നമുക്ക് ഈ മുണ്ട് അല്ലെങ്കിൽ ലുങ്കി ഇതുകൊണ്ടൊരു ടോപ്പും പാൻറ്റും, ഒരു 11 വയസ്സുള്ള കുട്ടിക്കുള്ള ടോപ്പും പാൻറ്റും സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ? നോക്കാം. തുണി 4 മടക്കിയിടുക. ദീവശം ഷോൾഡർ 6 എടുത്തിരിക്കുന്നത്. ഷോൾഡർ 6 എടുത്തിട്ടുണ്ട്. ആം ഹോള് 5.5 ആണ് എടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇനി നമ്മുടെ ഷോൾഡറിന് അവിടെ നിന്ന് ആം ഹോളിലേക്ക് ഒരു ലൈൻ വരയ്ക്കാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് ഞാനൊരു 7 ഇഞ്ചും 1.5 സീം അലവൻസാണ് എടുത്തേക്കുന്നത്. ലെങ്ത്ത് ഒരു 16 ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷേ താഴത്ത് ഒരു 3 ഇഞ്ച് നമ്മൾ റഫിൾസ് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു 13.5 മാത്രമാണ് ഇതിൽ എടുക്കുന്നുള്ളൂ. വേറെ മെഷർമെൻ്റ് ഒന്നും വേണ്ട. ഇത് ഈ 7 തന്നെ നമ്മൾ എന്താ പറയുക, വേസ്റ്റിൻ്റെ ഭാഗത്തും 7 തന്നെയാണ് എടുത്തിരിക്കുന്നത്. 1.5 സെയിം എലമെൻറ്റ്സ് എടുത്തിരിക്കുന്നു. നെക്ക് വിത്ത് 3 എടുക്കുക. നെക്ക് ഡെപ്തും 3 തന്നെയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മളൊരു സ്ക്വയർ പോലെ വരച്ചു. ഞാൻ പറഞ്ഞല്ലോ, ഒരു എന്താ പറയുക, സ്ട്രാപ്പ് മോഡലാണ് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ ഫസ്റ്റ് സ്ട്രാപ്പ് മോഡലാണ്. അപ്പോൾ ഇതൊരു ട്രയലാണെന്ന് പറയാം. അപ്പോൾ സ്ട്രാപ്പ് വെക്കേണ്ടത് ഭാഗമാണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തിയത്. എനിക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കൺഫ്യൂഷനൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ഈ മാർക്ക് ചെയ്യുന്ന ചോക്കിന് ഇച്ചിരി തെളിച്ചം പോരാൻ തോന്നുന്നു. പിന്നെ എന്താ പറയുക, ആം കർവാണ് ഞാൻ വരയ്ക്കുന്നത്. നമ്മൾ സ്ട്രാപ്പ് വെക്കേണ്ട ഏരിയ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ആം കർവ് വരയ്ക്കുന്നത്. അതിനുശേഷം നമുക്കത് കട്ട് ചെയ്യാം. ഇനി അതിലേക്ക് വെക്കാനുള്ള റഫിൾസിനുള്ള തുണി നമുക്ക് കട്ട് ചെയ്യാം. ഞാനൊരു 4 ഇഞ്ച് വിത്തിൽ ആണ് എടുത്തിരിക്കുന്നത്. 34 ഇഞ്ച് ലെങ്ത്തുണ്ട്. 34 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ എടുക്കുന്നത്. 34 ഇഞ്ച് ലെങ്ത്തിൽ ഒരു സൈഡിലേക്ക്, ഫ്രണ്ടിലേക്കും, പിന്നെ ഒരു പീസ് ബാക്കിലോട്ട് എടുത്തിരിക്കുന്നു.
ഇത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ടുണ്ട് സ്ട്രാപ്പ് വെക്കാനായിട്ട്. അതായത് ഒരു 8 ഇഞ്ച് ലെങ്ത്ത്, ഒരു സൈഡ് 1 ഇഞ്ച് വിത്ത്. അത് ഇങ്ങനെ മടക്കിയിട്ടാണല്ലോ നമ്മൾ അടിക്കുന്നത്. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ 2 പീസ് സ്ട്രാപ്പ് വെക്കാനുള്ള 2 പീസ് കട്ട് ചെയ്തു. താഴ്ഭാഗം റഫിൾസ് ആണ് വെക്കുന്നത്, അതിനുള്ള പീസും കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ കട്ടിങ് എല്ലാം തീർന്നു. ഇനി നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യണം. ആദ്യം നമുക്ക് ഈ സ്ട്രാപ്പ് മടക്കിയടിച്ചിട്ട് റെഡിയാക്കാം. ഒരു പിന്ന് വെച്ചുകൊണ്ട് നമുക്കിത് മറച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ അടുത്ത സ്ട്രാപ്പും ചെയ്യാം. ഇതുപോലൊരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് അതിനകത്ത് വെക്കാനായിട്ട്. ഇനി ഇത് നമ്മുടെ മെയിൻ പീസിൻ്റെ നല്ല വശത്ത് ഈ ചെറിയ പീസ് വെക്കുക, എന്നിട്ട് മറച്ചടിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആം കർവിന്ന് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക. പിന്നെ സ്ട്രാപ്പ് ഇടാനുള്ള ഭാഗത്ത് ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിട്ട് 1 ഇഞ്ചിൽ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ബാക്കി ഭാഗം തയ്ക്കാനായിട്ട്.
സ്ട്രാപ്പ് നമ്മൾ ഇതുപോലെ കയറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടെയും സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മൾ അടുത്ത ഭാഗവും സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ ആ സ്ട്രാപ്പ് ഇടാനുള്ള സൈഡിലല്ലേ, ഈ സ്ട്രാപ്പ് വെച്ചിട്ട് ഈ പീസും കൂടി ഈ സൈഡും അടിക്കുക. പക്ഷെ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തപ്പോഴേ ഒന്ന് തെറ്റിപ്പോയായിരുന്നു. കാരണം ഒരു ഭാഗത്തിൻ്റെ നല്ല വശവും മറ്റൊന്നിൻ്റെ മോശം വശത്താണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടത്. പിന്നെ വീണ്ടും അതഴിച്ച് വീണ്ടും ചെയ്ത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമ്മൾ അങ്ങനെ തെറ്റുകുറ്റങ്ങൾ പറ്റാറുണ്ട്. അങ്ങനെ നമ്മൾ സ്റ്റാപ്പ് വെച്ചു കണ്ടോ. ഇനി അതിനുശേഷം നമുക്ക് ഈ പുറത്തൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ രണ്ട് സൈഡിലും ചെയ്യാം. അതുപോലെ നമ്മൾ രണ്ട് സൈഡും അടിച്ചെടുത്തു. ഇനി റഫിൾസ് വെക്കാനുള്ള ഭാഗം എടുക്കാം. അതിൻ്റെ താഴ്ഭാഗം, അതായത് ഒരു സൈഡ് നമ്മൾ ഇതുപോലെ മടക്കിയടിക്കുക.
നമുക്ക് ചെറിയ ചെറിയ പ്ലേറ്റ് വേണം. നമ്മുടെ 2 റഫിൾസും ശരിയായിട്ടുണ്ട്. ഇനി നമ്മുടെ കണ്ടു ഇതുപോലെ വെച്ചിട്ട് പിന്നെ ഇത് ഈ ഉള്ളിൽ വെച്ച ഭാഗമില്ലേ അതൊന്ന് മടക്കി അടിക്കണം കേട്ടോ. പിന്നെ ഇത് ഈ ഭാഗമില്ലേ ഇവിടെ നമുക്ക് ഈ റഫിൾസ് വെച്ചിട്ട് അടിക്കാം. നോക്കാം. ഇത് ഇതുപോലെ ഞാൻ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ലേ, ഇതുപോലെ തന്നെ അടുത്ത വശവും ചെയ്തെടുക്കാം. ഇനി നമുക്ക് സൈഡ് അടിക്കാം. അങ്ങനെ നമ്മുടെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഞാൻ ഈ വീഡിയോയിൽ എടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് പറയണേ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.